आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. एक हमने यही पढ़ा था कि प्रसाधन सामग्री से हम असुंदरता को सुंदर बना सकते हैं. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഈ ചമയ സാധനങ്ങൾ ഉപയോഗിച്ച് ക്രീം മറ്റ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ഭംഗിയില്ലായ്മയെ ഭംഗിയാക്കി തീർക്കുന്നു. परंपरागत सौंदर्य भाव को प्रधानता आज रूप को है. പരമ്പരാഗതമായ സൗന്ദര്യശാസ്ത്രം ഭാവത്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇന്ന് രൂപത്തിനാണ് പ്രാധാന്യം. आजकल सब लोग अच्छे लगने की कोशिश में हैं. इसके लिए कुछ भी करना तैयार है. ഇന്നത്തെ കാലത്ത് ജനങ്ങൾ സുന്ദരിയാകാൻ അല്ലെങ്കിൽ സുന്ദരനാവാൻ എന്തും ചെയ്യും എന്നൊരവസ്ഥയിലാണ്. पुराने ज़माने में सामंतों एवं राजाओं की ये हक था. രീതി കാലഘട്ടത്തിൽ രാജാക്കന്മാരെ കീഴിൽ ജീവിച്ചിരുന്ന കാലഘട്ടമാണ് രീതി കാലഘട്ടം. രീതി കാലഘട്ടത്തിൽ രാജാക്കന്മാർക്കും അവരുടെ ആശ്രിതർക്കുമായിരുന്നു ഈ പ്രസാധന സാമഗ്രി ചമയ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. आम परिवार के लड़कियां भी नूरजहान जैसे दिखना चाहती हैं. സാധാരണ കുടുംബത്തിലെ പെൺകുട്ടികൾ പോലും നൂർജഹാനെ പോലെ ആകാനാണ് ആഗ്രഹിക്കുന്നത്. നൂർജഹാൻ മാത്രമല്ല, ഐശ്വര്യയെ പോലെയും മഞ്ജു വാര്യരെ പോലെയും ഒക്കെ ആകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ഒരു ഗ്യാരണ്ടി നൽകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിൽ ചൂഷണം ചെയ്യപ്പെടുന്നു. लोग नैसर्गिक सौंदर्य से ज़्यादा सुंदर दिखना चाहते हैं. इसके वजह से विज्ञापन हमें शोषण करते हैं. ജനങ്ങൾ സ്വാഭാവിക സൗന്ദര്യത്തിനേക്കാളും കൂടുതൽ സൗന്ദര്യം ഉണ്ടാകാനാണ് ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹമാണ് അഡ്വർടൈസ്മെൻറ്റ് കമ്പനികൾ ചൂഷണം ചെയ്യുന്നത്. മുടി കൂടുതൽ കളർഫുള്ളാക്കുക, ചുളിവുകൾ ഇല്ലാണ്ടാക്കുക, മുഖത്തെ കുരുക്കൾ ഇല്ലാതാക്കുക. അപ്പോൾ ഇതൊക്കെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചമയ സാധനങ്ങൾ എല്ലാവരും ഉപയോഗിക്കും. चेहरे पर जो झुर्रियाँ हैं वो हटाने की खरीद ऋतिक रोशन जैसा जाने की कोशिश करते हैं. विज्ञापन की इच्छा को महाकाव्य रखा है. ായിട്ട് പരസ്യ കമ്പനികൾ രചിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് മറ്റുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും चलते हैं आगे की ओर. ലൈനാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. पृष्ठ संख्या 70 में जो आखिरी दो पंक्तियाँ पढ़ेंगे. आजकल तो समुची देह ही अमलावर भरित जोर इस देह नेत्रों गालों और बलत
ഹംലാവർ എന്ന് പറഞ്ഞാൽ ആക്രമിക്കപ്പെടുക. മുഖം മാത്രമായിരുന്നല്ലേ, കണ്ണ് മാത്രം അല്ലെങ്കിൽ മുടി മാത്രമായിരുന്നു. നാക്കുപേർ ज़्यादा ध्यान आकर्षित होना, आजकल ऐसा नहीं है, पूरे शरीर। इसके लिए त्वचा पर अतिरिक्त जोर इस देहवाद का नहीं। ദേഹമാണ് ഇമ്പോർട്ടൻസ്. വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് करते हैं, सौंदर्य बढ़ाने के लिए। पहले नेत्रों, गालों और കവിളും അതുപോലെ തന്നെ ताजगी और कोमलता पर जोर न देकर आंखों की नज़र, केशों की चमक और मजबूती और गालों की लाली पर जोर देती थी. ഒരു 10-25 വർഷം മുന്നേ നോക്കുകയാണെങ്കിൽ, പരസ്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, സ്കിന്ന് തിളങ്ങാനും ഫ്രഷ് ആവാനും സോഫ്റ്റ്നെസ് ആകാനും അതുപോലെ തന്നെ കണ്ണിൻ്റെ ഭംഗിയും മുടിയുടെ തിളക്കവും ശക്തിയും കവിളിൻ്റെ തുടിപ്പും ഒക്കെയായിരുന്നു ഇമ്പോർട്ടൻസ്. അതിനൊക്കെയായിരുന്നു ഇമ്പോർട്ടൻസ്. पुराने ज़माने में विज्ञापन देखे तो पता चलता है कि यानी 20-25 वर्ष प्रसाधन सामग्री त्वचा न देकर लाली पर जोर देती थी. त्वचा बुनियादी कैनवास नहीं थी. आज त्वचा यानी देह एक जीता जागता कैनवास बना दिया गया है. സ്കിൻ എന്ന് പറയുന്നത് ത്വച്ച, സ്കിൻ എന്ന് പറയുന്നതുമില്ല. ഇന്ന് സ്കിൻ ഉണർന്നിരിക്കുന്ന ഒരു कैनवास इन्हें कंप्लीट शरीर के लिए दिया है विज्ञापन. त्वचा प्राकृतिक अनुरोध है. നമ്മുടെ സംസ്കാരം, നമ്മുടെ ഇന്നത്തെ സ്കിന്ന് കൊണ്ടിരിക്കുകയാണ്. ക്രീഡാസ്ഥലി കളിസ്ഥലം കൊണ്ട് നിറയ്ക്കാനുള്ള ശരീരം. പണ്ട് സ്കിൻ മാത്രം उपयोग करता है. कैनवास देने गहरे सांस्कृतिक की प्रसाधन देने के अर्थ सेक्सी होते हैं. ചമയ സാധനം ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് സ്ത്രീയാണ്. അതുകൊണ്ടാണ് സ്കിന്നിന് ഇവിടെ इन विज्ञापनों की हम स्त्री नहीं सोच रहे हैं. ഈ സ്ത്രീകളല്ല, വെറും നമുക്ക് തോന്നും. ऐसे विज्ञापन
समय वाले लगता है कि हम पूजा के बारे में सोच रहे हैं. അഡ്വർടൈസ്മെൻ്റാണ്, പരസ്യങ്ങളാണ് ഇന്ന് സ്ത്രീയെ വെറും തൂലിയാക്കി അല്ലെങ്കിൽ വെറും ചർമ്മമാക്കി മാറ്റിയിരിക്കുന്നത്. सौंदर्य का उद्योग स्त्री को मारकर उसकी खाल को उतार कर बेचता है. സ്ത്രീ का उद्योग, സ്ത്രീയുടെ വ്യവസായം സ്ത്രീയെ കൊന്നിട്ട് ഉസ്കി ഖാൽ കോ ഉത്താർ കർ ബേച്ച്താ ഹെ, അതിൻ്റെ സ്കിന്നിനെ ആണ് ഇന്ന് വിറ്റഴിക്കപ്പെടുന്നത്. ഇന്നൊരു വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീയുടെ സൗന്ദര്യം കാർന്നെടുത്ത് സ്ത്രീയുടെ സ്കിൻ വിറ്റഴിക്കപ്പെടുകയാണ് ശരിക്കും ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. സ്ത്രീ കാ ഖാൽ കോ ഉത്താർ കർ ബേച്ച്താ ഹെ ആജ് വിജ്ഞാപൻ. ये एक संयोग ही तो है कि आज से 50 वर्ष पहले जो देह क्रांति अमेरिका यूरोप में शुरू हुई थी, वह अपने विकसित रूप में हमारे समाज में घट रही हैं. 51 വർഷം മുന്നേ ദേഹക്രാന്തി അമേരിക്ക യൂറോപ്പിൽ शुरू हुई थी. ശരീരവുമായി ബന്ധപ്പെട്ടൊരു വിപ്ലവം അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ നടന്നിരുന്നു. അതിൻ്റെ വികസിത രൂപമാണ് ഇന്ന് നമ്മുടെ ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാദ്യം അമേരിക്കയിലും യൂറോപ്പിലൊക്കെയാണ് ഉണ്ടായിരുന്നത് ഈ വിപ്ലവം. ये पहले अमेरिका यूरोप में था ये देह क्रांति. प्रसाधन उद्योग ने देशों की सीमाएं तोड़ दी हैं. ഈ സൗന്ദര്യവർദ്ധന സാധനങ്ങളുടെ ഈ വ്യവസായം ഇന്ന് ദേശങ്ങളുടെ അതിർത്തി തകർത്തിരിക്കുകയാണ്. ഇന്നത് എല്ലായിടത്തും ഉണ്ട്, എല്ലാ മേഖലയും. ചാറോं तरफ ये है. एक नया पश्चिमी सौंदर्य शास्त्र हमारे बाज़ारों, घरों के ड्राइंग रूम तक फैला है. ഈ പുതിയ വെസ്റ്റേൺ സൗന്ദര്യശാസ്ത്രം നമ്മുടെ മാർക്കറ്റുകളിൽ, ബാസാറോ, ഘറോं के ड्राइंग रूम में तक फैला है. ഇന്ന് വീടിൻ്റെ ഡ്രോയിങ് റൂമിൽ വരെ പരന്നിരിക്കുകയാണ്. एक नया पश्चिमी सौंदर्य शास्त्र हमारे बाज़ारों, घरों के ड्राइंग रूमों तक फैला है. हज़ारों लाखों बार हम इस नए सौंदर्य के आदर्शों को निहारते रहते हैं, मोहित होते रहते हैं. ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് തവണ നമ്മൾ ഈ പുതിയ സൗന്ദര്യത്തിൻ്റെ ഈ ആദർശങ്ങളെ, ആശയങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അതുപോലെ മോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും ഇതിന് പിന്നിലല്ല, എല്ലാവരും ഇതിന് പിന്നാലെയാണ്. नए सौंदर्य शास्त्र के पीछे पड़े हैं हम सब लोग. ऐसे कोई नहीं है जो സൗന്ദര്യം को नहीं चाहते हैं. എല്ലാവരും സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നാലെയാണ് എല്ലാവരും. എങ്ങനെ സൗന്ദര്യം വർദ്ധിപ്പിക്കാം, അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ക്രീമുകൾ ഏതൊക്കെയാണുള്ളതെന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. कस्बों और छोटे नगरों तक में पहुंच गए ब्यूटी पार्लर बहुत सी स्त्रियों के लिए दैनिक, साप्ताहिक और पाक्षिक ज़रूरतें बन गए हैं. ഇന്ന് ചെറിയ പട്ടണങ്ങളായിക്കോട്ടെ, കസ്ബെ, ചോട്ടെ നഗറോं तक, നഗരങ്ങളായിക്കോട്ടെ, എല്ലായിടത്തും ഇന്ന് ബ്യൂട്ടി പാർലറുകൾ ഉണ്ട്. सभी जगह आजकल ब्यूटी पार्लर हैं. बहुत सी स्त्री को लिए दैनिक, साप्ताहिक और पाक्षिक ज़रूरतें बन गए हैं. ഇന്ന് സ്ത്രീകൾക്ക് ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ, പാക്ഷികം എന്ന് പറഞ്ഞാൽ 2 ആഴ്ച കൂടുമ്പോൾ, ഇതൊരാവശ്യമായി മാറിയിരിക്കുകയാണ്. ശരീരം മിനുക്കുക അല്ലെങ്കിൽ ശരീരത്തിൽ ഭംഗി വരുത്തുക എന്ന് പറയുന്നത്. അതുപോലെ മാരേജ് വരുമ്പോഴും മറ്റെന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ വരുമ്പോഴും ഒക്കെ ഇതിനെ ആശ്രയിക്കും, ब्यूटी पार्लर ने. शादी को जाते वक्त, शादी होते वक्त, कोई कार्यक्रम को जाते वक्त हम ये सब करते हैं. ब्यूटी पार्लर में जाकर हम अपने सौंदर्य को बढ़ाते हैं. दूसरों के सामने कैसे लगते हैं उस पर ज़रूर प्रधानता है. नए सौंदर्य शास्त्र ने लोगों को अत्यधिक सचेत कर दिया है कि वे एक ख्याल रखें कि वे कैसे दिखते हैं. പുതിയ സൗന്ദര്യശാസ്ത്രം
ജനങ്ങളെ ബോധവാന്മാരാക്കി മാറ്റിയിരിക്കുകയാണ്. അവരെങ്ങനെയാണ് കാണപ്പെടുന്നതെന്ന് പുതിയ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് മുന്നിൽ കാണുന്നത്, അതിനാണ് ഇമ്പോർട്ടൻസ്. उसे जीवन की सफलता और उपलब्धियों को इस देखने से जोड़ दिया है. ജീവിതത്തിൻ്റെ സക്സസ്സും നേട്ടങ്ങളും, ഉപലബ്ധി എന്ന് പറഞ്ഞാൽ നേട്ടങ്ങളാണ്, ഒക്കെ ഈ കാണപ്പെടുന്നതിലാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളെങ്ങനെയാണോ കാണുന്നത് അതുമായി ബന്ധപ്പെടുത്തി, അതാണ് നേട്ടം, അതിനാണ് ഇമ്പോർട്ടൻസ്. വേറെ എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല, നമ്മൾ കാണാൻ കൊള്ളില്ലെങ്കിൽ അത് വളരെ വലിയ മോശമാണ് എന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. इसने एक नया നക്സൽവാദ് पैदा किया है. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചിന്താഗതി, നമ്മളെങ്ങനെയാണ് കാണുന്നത്, ഈ കാണുന്നതാണ് നേട്ടവും സക്സസ്സും ഒക്കെ എന്ന് പറയുന്നു. इसने एक नया നക്സൽവാദ് पैदा किया है. ഇതൊരു പുതിയ വംശീയവാദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നക്സൽവാദം എന്ന് പറഞ്ഞാൽ വംശീയവാദം. हम ताज़ा दम चमकदार चेहरे का रोंब खाते हैं और മലിൻ ചെഹ്റോം സെ ചാഹെ ഹമാരെ അപ്നെ ഹോ ഘൃണ കർത്തെ ഹെ. നമ്മളെപ്പോഴും ഫ്രഷ്നെസ്സായിട്ട്, എവർ ഫ്രഷായിട്ട് തിളങ്ങുന്ന മുഖത്തിനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രതാപം വരുത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. റോംബ് കാണുന്ന പ്രതാപം വരുത്തുക. ഒരു മലിൻ ചെഹ്റോം സെ ചാഹെ ഹമാരെ അപ്നെ ഹോ ഘൃണ കർത്തെ ഹെ. മോശമായ മുഖങ്ങൾ അത് നമ്മുടേതാണെങ്കിൽ കൂടി നമ്മളതിനെ വെറുക്കുന്നു. അതൊക്കെ ഈ ഒരു ചമയ സാധനങ്ങൾ വന്നതിന് ശേഷമാണ്. हम अपने आप से घृणा करते हैं अगर सौंदर्य नहीं है तो. ये सब ऐसे प्रसाधन सामग्री का आने के बाद है. प्रसाधन के इस त्वचावाद ने साधन संपन्न को आकर्ष बना दिया है. സൗന്ദര്യ വസ്തുക്കളുടെ ഈ ത്വചാവാദ്, ഈ ചർമ്മവാദം സാധൻ സമ്പന്നക്കോ ആകർഷ ബനാ ദിയാ ഹെ, ആകർഷകമാക്കി കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ആകർഷിക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം. संपन्नता के बदबूदार टीहों को कमनीय बना डाला है. സമ്പന്നതയുടെ ദുർഗന്ധം വഹിക്കുന്ന സിംഹാസനങ്ങളെ, ടീഹോ എന്ന് പറഞ്ഞാൽ സിംഹാസനങ്ങളാണ്, അതിനെ മനോഹരമാക്കി തീർക്കുന്നു. അതായത് ഏത് മോശപ്പെട്ട അവസ്ഥയിലും ഭംഗിയില്ലാത്ത അവസ്ഥയും ഭംഗിയാക്കി തീർക്കുക, അതാണ് ഇവിടെ ചെയ്യുന്നത്. दिल्ली में साधारण घरों को दिल्ली प्रशासन टाइलों से इसलिए सजाता है ताकि गंदगी छिपे रहें. എപ്രകാരമാണോ ദില്ലിയിൽ മാലിന്യങ്ങളെ ടൈല് ഭരണ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഭരണ വഹിക്കുന്ന കെട്ടിടങ്ങളിൽ ടൈല് വെച്ചിട്ട് അലങ്കരിക്കുന്നത്, ഗന്ദഗി छिपी रहे. ऐसे क्यों करते हैं? हम दिल्ली में जाकर देखें तो प्रशासन महल में टाइलों से इसलिए सजाता है ताकि गंदगी छिपी रहे. മോശപ്പെട്ട അവസ്ഥ അല്ലെങ്കിൽ മോശമായത് ഒളിപ്പിക്കാനാണ് അവിടെ ടൈൽ വിരിച്ചിരിക്കുന്നത്. അതുപോലെയാണ് നമ്മുടെ ശരീരത്തിലുള്ള മോശമായ അല്ലെങ്കിൽ ഭംഗിയില്ലാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ മറച്ചു പിടിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് എത്ര കാലം നിലനിൽക്കുന്നുള്ളത് നമുക്കറിയില്ല. कितना सालों तक, कितने दिन तक ये बरकरार रहेगा, कायम रहेगा, ये तो हमें पता नहीं. लेकिन हमारे गंदगी को, हमारे शरीर पर जो भी गंदगी है, जो भी असुंदरता है, उसको मिटाने के लिए ऐसी चीज़ों का इस्तेमाल करते हैं. जिस प्रकार प्रशासन टाइलों से इसलिए ഭരണം എങ്ങനെയാണോ ടൈല് കൊണ്ട് അലങ്കരിക്കുന്നത്, ഗന്ദഗി ചിപ്പാനെ के लिए, അതുപോലെയാണ് നമ്മുടെ ശരീരവും. रंगीन बदबू अगर आए भी तो रहस्य की तरह अनिवर्जनीय बनी रहे. ദുർഗന്ധം, കളർഫുള്ളായിട്ടുള്ള ദുർഗന്ധം
വരികയാണെങ്കിൽ പുറത്തേക്ക് അത് വരില്ല. അത് രഹസ്യമായിട്ട് തന്നെ അത് ഒളിച്ചിരിക്കും. അത് പുറത്തേക്ക് വരില്ല, നമ്മുടെ അകത്താണ് ഉണ്ടാവുക. हमारे अंदर होते हैं बदबू, रंगीन बदबू आएंगे, लेकिन वो हमारे अंदर होते नहीं. जो बात घोड़े के बारे में भी सच है. परंपरागत रूप चेहरों की चमक का സുന്ദരമായ ഒരുപാട് മുഖങ്ങൾ വൈരൂപ്യം നിറഞ്ഞ മുഖങ്ങൾക്ക് മുന്നിൽ സുന്ദരമായ മുഖങ്ങൾ വരുന്നത് കാരണം വൈരൂപ്യം നിറഞ്ഞ മുഖങ്ങൾ അവിടെ മങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇന്നത്തെ അവസ്ഥ. പരമ്പരാഗത रूप में सुंदर चेहरे अनेक कुरूप चेहरों की चमक के आगे फीके लगते हैं. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ലേഖനോടെ ഉദ്ദേശിക്കുന്നത്, ഇന്ന് നമ്മുടെ ശരീരം മൊത്തം വൈരൂപ്യമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ശരിക്കുമുള്ള സൗന്ദര്യത്തെ ഇല്ലാതാക്കി അല്ലെങ്കിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. प्रसाधन सामग्री ने कुरूपता कुछ ऐसे मिटाई है कि हर चेहरा एक सा नजर आता है. ഈ ചമയ സൗന്ദര്യവർദ്ധന സാധനങ്ങളുടെ വരവ് കാരണം വൈരൂപ്യമൊക്കെ ഇല്ലാണ്ടാക്കി എന്നത് ശരിയാണ്. പക്ഷേ ഇന്ന് എല്ലാ മുഖങ്ങളും ഒരുപോലെയാണ്. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെയും മുഖങ്ങൾ ഒരുപോലെയാണ്, വ്യത്യാസമൊന്നുമില്ല. പരമ്പരാഗതമായിട്ടുള്ള സൗന്ദര്യവും ദൈവം നമുക്ക് തന്ന സൗന്ദര്യവും അതിനേക്കാൾ സൗന്ദര്യം വരണമെന്നുള്ള ഉദ്ദേശത്താൽ നമ്മൾ ഈ പ്രവൃത്തികൾ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ക്രീമുകളും ഷാമ്പുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ശരീരത്തെ ഒരു വൈരൂപ്യമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. आधुनिक समाज में लोग प्रसाधन सामग्रियों के इस्तेमाल से हम अपने सच्ची सौंदर्य को, ईश्वर जो दिया है वो सौंदर्य को मिटा कर, उसका नाश कर कर आगे जाते हैं. नज़र आता है इन എല്ലാ മുഖം की जिन्हें पुराने किस्म अधिक काला को श्रेष्ठ माना करते കുതിരത്തി ഇന്ന് മുഖത്തിൻ്റെ സൗന്ദര്യം ഇന്ന് രീതിയിൽ കറുപ്പ്, നക്കട്ട, കുറുച്ചകൾ കൊണ്ട് മറ്റുള്ളവരെ പറഞ്ഞ് चेहरों की कुदरती വിവിധ നാച്ചുറലായിട്ടുള്ള വൈവിധ്യം ഇന്ന് ഇല്ലാതായിക്കൊണ്ട്, അതായത് യഥാർത്ഥ सौंदर्य है. इस मुहिम में नाक आते हैं.
മൂക്കും അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നന്നാക്കാനും नाक आंख केश होठ से जा सकते हैं. ചുരുക്കി പറഞ്ഞാൽ ഉപയോഗിച്ച് നാം നമ്മുടെ മുന്നിൽ ആഗ്രഹിക്കുന്നത് അത് എത്രത്താ നമ്മളെ ഇരിക്കുകയാണ്. ഒരുപാട് കുരൂപത നിറഞ്ഞ നമ്മുടെ ഒരുപാട് ചമയ വസ്തുക്കൾ നിറച്ച് മുന്നോട്ട് ശരിക്കും ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് ശരിക്കും ചെയ്യുന്നത് ാണ് ചെയ്യുന്നത്. हम पेश करते हैं नैसर्गिक सौंदर्य. आज की कक्षा में यहाँ समाप्त करता हूँ. आए होंगे